Good morning, children. I hope all of you are fine. Today we shall start our maths class. Our lesson is subtraction. Subtraction. Subtraction is taking away. വ്യവകലനം, ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കുക, എടുക്കുക. That is subtraction. Subtraction is taking away. Start our class. Then നോക്കാം, ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ എങ്ങനെ എടുക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, സബ്ട്രാക്ഷൻ ഒരു സിമ്പിൾ, ഒരു സൈൻ ഉണ്ട്, ചിഹ്നം. നമ്മൾ ചെറിയ ഒരു ലൈൻ വരയ്ക്കില്ലേ, അതുപോലെയാണ്. അപ്പോൾ നമ്മളത് മാത്സിൽ പറയുക മൈനസ് എന്നാണ്. ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ മൈനസ്, ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ മൈനസ് ചെയ്യുക എന്നാണ് പറയുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, മാത്സിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പല ചിത്രങ്ങളുണ്ടായിരിക്കും, പിക്ചേഴ്സ് പലതും ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എണ്ണം ശരിയായാൽ മതി. എണ്ണം കാണിക്കാനായിട്ട് പല നമ്പറുകളും കാണിക്കും കേട്ടോ. പക്ഷേ ആ ടെക്സ്റ്റ് ബുക്കിൽ അത് ചിത്രങ്ങളായിക്കോളണമെന്നൊന്നുമില്ല, എണ്ണം ശ്രദ്ധിച്ചാൽ മതി. ബുക്കിൽ ഫസ്റ്റിൽ നമുക്ക് 9 മൈനസ് 9ൽ നിന്ന് 5 എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക എന്നാണ്, മൈനസ് ചെയ്യുക എങ്ങനെയെന്നാണ് ആദ്യം നോക്കുന്നത്. 9 മൈനസ് 5. How many numbers are there? How many numbers are there? Yes, 9 numbers. Isn't it? 9 numbers. Okay. ഈ 9ൽ നിന്ന് നമുക്ക് 5 എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, മൈനസ് ചെയ്യാം എന്നാണ്. അതിൽ ഫസ്റ്റ് റോയിൽ ഏതാണ്? ഫസ്റ്റ് റോയിൽ 5 നമ്പേഴ്സ്, ദെൻ സെക്കൻഡ് റോയിൽ 4 നമ്പേഴ്സ് അല്ലേ. ഒരു കാര്യം ചെയ്യാം, ഈ 5 നമ്പേഴ്സ് ആണ് എടുക്കാം. ദെൻ 5 നമ്പേഴ്സ് take away 5 numbers. In 9 we take 5 numbers. How many balance number എത്രയാണ്? How many numbers are there? Then 4 അല്ലേ, 4 numbers. Total 9 numbers. We take 5 numbers. The balance is 4 number. Okay, 9 minus 5 is equal to 4. Okay, then 11 minus 10. Next is 11 minus 10. 10 number, 10 and 1 is equal to 11. 11 numbers, 10 and 1, 11 number. 11 നമുക്ക് 10 മൈനസ് ചെയ്യണം. 11 നിന്ന് 10 മൈനസ് ചെയ്യുന്നു. How many number is balance? How many number is left? Only 1. 11 minus 10 is equal to 1. Okay, then 15 minus 2. 10 numbers, then 5 numbers. 10 and 5 is equal to 15. 15 minus 2. 5ൽ നിന്ന് നമുക്ക് 2 മൈനസ് ചെയ്യാം. 5 ആണ്, നമുക്ക് 2 മൈനസ് ചെയ്തു. 2 മൈനസ് ചെയ്തപ്പോൾ how many lines are there? 3 അല്ലേ. Then 10 and 3 അല്ലേ. 3 അല്ലേ ബാലൻസ്. 5ൽ നിന്ന് 2 പോയപ്പോൾ 3 കിട്ടിയില്ലേ. 10 ഉണ്ട്. 10 and 3 എത്രയാണ്? 10ലും 10 നമ്പറുണ്ട്. ഇതിൽ ബാലൻസ് ഒന്ന് 3 കൊണ്ട് ചേർത്താൽ 10 കഴിഞ്ഞാൽ 11, 12, 13. എത്ര ആൻസർ കിട്ടുക? 13 അല്ലേ. അങ്ങനെ 15ൽ നിന്ന് 3 മൈനസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് എഴുതുക. ഇങ്ങനെയാണിതാ 9 മൈനസ് 5 സബ്ട്രാക്ഷൻ. മൈനസ് എന്നിങ്ങനെയാണ് നമ്മൾ എഴുതുക. മൈനസ്
ചിഹ്നം മൈനസ് എന്നാണ് ഇത് വായിക്കുക. ഈ ലൈനിനെ മൈനസ് എന്നാണ് വായിക്കുക. അപ്പോൾ 9 മൈനസ് 5 ഇസ് ഈക്വൽ ടു 4. 11 മൈനസ് 10 ഇസ് ഈക്വൽ ടു 1. 15 മൈനസ് 2 ഇസ് ഈക്വൽ ടു 13. ഇതില്ലേ ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, then നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് 2 നമ്പർ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? 2 നമ്പർ. 2വിൽ നമുക്ക് 0 മൈനസ് ചെയ്യണം. 2 നമ്പർ അല്ലേ? 2വിൽ നിന്ന് 0 മൈനസ് ചെയ്യുക പറഞ്ഞാൽ ഒന്നും മൈനസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എത്ര നമ്പർ കിട്ടുന്നത്? 2 തന്നെ അല്ലേ? അപ്പോൾ 2 മൈനസ് 0 ഇസ് ഈക്വൽ ടു 2 അല്ലേ? 2 മൈനസ് 0 ഇസ് ഈക്വൽ ടു 2. നെക്സ്റ്റ് 5 നമ്പർ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? ദെൻ 5 നമ്പർ. 5വിൽ നിന്ന് 0 മൈനസ് ചെയ്യുക. 0 പറഞ്ഞാൽ ഒന്നുമില്ല അർത്ഥമല്ലേ? 0 മൈനസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടുന്നത്? 5 തന്നെ കിട്ടുന്നു. ഇതിൽ നിന്ന് 0 മൈനസ് ചെയ്യുക പറഞ്ഞാൽ ഒന്നും മൈനസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എത്ര കിട്ടുക? ദെൻ ആ സംഖ്യ തന്നെ അല്ലേ 5 കിട്ടുന്നു. ഇനി നമുക്ക് 15. 10 അല്ലേ? ഇത് 10 ആണ്. ഒന്നിച്ച് കാണിച്ചിട്ട് ഇത് 10 ആണ്. 10ഉം 5ഉം ചേർന്ന് എത്ര കിട്ടുക? 15 അല്ലേ? 15 നിന്ന് നമുക്ക് 0 മൈനസ് ചെയ്യുക. 15 നിന്ന് 0 മൈനസ് ചെയ്യുക പറഞ്ഞാൽ എത്ര? ഒരു ടോട്ടലാട്ടോ. ടോട്ടലാണ് 15 നമ്പർ. ടോട്ടലാണ് കേട്ടോ 15 നമ്പർ. 15 നിന്ന് 0 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നും മൈനസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ കിട്ടുക 15 നമ്പർ തന്നെയാണ് കിട്ടുക അല്ലേ? നമുക്ക് അപ്പോൾ എന്താ മനസ്സിലായത്? ഒരു സംഖ്യയിൽ നിന്ന് 0 മൈനസ് ചെയ്താൽ സെയിം സംഖ്യ തന്നെ കിട്ടുന്നത്, സെയിം നമ്പർ അല്ലേ? സബ്ട്രാക്റ്റിംഗ് 0 ഫ്രം എ നമ്പർ ഗീവ്സ് ദി നമ്പർ ഇറ്റ് സെൽഫ്. അതേ സംഖ്യ തന്നെ കിട്ടുന്നു അല്ലേ? ഇനി അത് കണക്കിൻ്റെ ഒരു കളി അല്ലേ? ഇനി മറ്റൊരു മാജിക് നോക്കാം. എന്താണ്? സബ്ട്രാക്റ്റിംഗ് 1. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? 6 അല്ലേ? 6ൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യണം, 1 മൈനസ് ചെയ്യണം. 6ൽ നിന്ന് 1 നമ്പർ മൈനസ് ചെയ്യുന്നു. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? 1 നമ്പർ ഇപ്പോൾ എത്ര കിട്ടി? 5 നമ്പർ അല്ലേ? 6ൽ നിന്ന് 1 പോയപ്പോൾ 5 കിട്ടി അല്ലേ? ഇനി എത്തുമ്പോൾ 0 ആണല്ലേ? അതിപ്പോൾ 6 നമ്പർ അല്ലേ? 6 നമ്പർ. 6ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 1 അങ്ങോട്ട് കളയുന്നു. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? 5 നമ്പർ അല്ലേ? അപ്പോൾ 6 മൈനസ് 1 എത്രയാണ്? 5 ആണ് അല്ലേ? ഇനി 8ൽ നിന്ന് നമുക്ക് 1 പോയാൽ എത്രയെന്ന് നോക്കാം. 8 നമ്പർ. 8ൽ നിന്ന് 1 പോയാൽ എത്ര നോക്കാം. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? 8 അല്ലേ? 8 നമ്പർ അല്ലേ? ഈ 8ൽ നിന്ന് നമുക്ക് ഒരു 1 അങ്ങോട്ട് കളയാം. ഒരു 1 ഇല്ല. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? ദെൻ കൗണ്ട് ഇറ്റ്. 7 നമ്പർ അല്ലേ? 8ൽ നിന്ന് 1 പോയാൽ 7 അല്ലേ? അപ്പം അതുപോലെ നമുക്ക് 18 നോക്കാം. നോക്കൂ, ഇത് 8 ആണ്, ഇത് 10 ആണ്. 10ഉം 8ഉം കൂടി ചേർന്നാൽ എത്രയാണ്? 18 ആണല്ലേ? 10ഉം 8ഉം ചേർന്ന് 10 ആൻഡ് 8, 80 രണ്ടും കൂടി ചേർന്നാൽ 18 ആണ്. ഈ 8ൽ നിന്ന് നമുക്ക് ഒരു 1 കളയണം. ഒരു 1. ഇതിപ്പോൾ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? 1 പോയാൽ 1 പോയി. 1 പോയാൽ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? 7 അല്ലേ? ഈ 7ഉം 10ഉം കൂടി ചേർന്നാലോ എത്ര കിട്ടുക? 7ഉം 10ഉം ചേർന്നാൽ 17 അല്ലേ? അപ്പോൾ 18ൽ നിന്ന് 1 പോയാൽ എത്ര കിട്ടുക? 17. ഇന്ന് നമുക്ക് എന്താ മനസ്സിലായത്? സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം എ നമ്പർ ഗീവ്സ് ദ നമ്പർ ബിഫോർ അല്ലേ? ഒരു സംഖ്യയിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിലെ സംഖ്യ തന്നെ കിട്ടുന്നു. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? 5 അല്ലേ? 5ൽ നിന്ന് നമ്മൾ ഈ 1 അണ്ട് മൈനസ് ചെയ്യുകയാണ്. ദെൻ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? 4 നമ്പർ അല്ലേ? 5ൽ നിന്ന് 1 പോയപ്പോൾ 4 നമ്പറായി. 4 നമ്പർ. 4ൽ നിന്ന് 1 ടേക്ക് അവേ. ദെൻ ഹൗ മെനി നമ്പർ? 3. 3ൽ നിന്ന് 1 എടുക്കുന്നു. ഹൗ മെനി നമ്പർ? 2. 2വിൽ നിന്ന് 1 എടുത്താൽ 1 അല്ലേ? അപ്പം നോക്കൂ, നമ്മൾ ഓരോന്ന് കുറയ്ക്കും തോറും അതിൻ്റെ ബിഫോർ നമ്പർ മുന്നിൽ വരുന്ന സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി മറ്റൊരു മാജിക് നോക്കാം.
How many numbers are there? 5 അല്ലേ? ഈ 5ൽ നിന്ന് ഈ 5 അങ്ങോട്ട് മാറ്റി നമ്മൾ വി വിൽ ഗെറ്റ് ഒന്നുമില്ല പറഞ്ഞാൽ എന്താണ്? മീൻസ് 0 അല്ലേ? 5ൽ നിന്ന് 5 തന്നെ മൈനസ് നമുക്ക് എത്ര കിട്ടിയത്? 0 കിട്ടി അല്ലേ? ദെൻ how many numbers are there? 6ൽ നിന്ന് നമ്മൾ ഈ 6 തന്നെ അത് മൈനസ് ചെയ്യാണ്. വി വിൽ ഗെറ്റ് 0. അപ്പോൾ എന്താണ് മനസ്സിലായത്? ഒരു സംഖ്യയിൽ നിന്ന് അതേ സംഖ്യ തന്നെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടുന്നു? അപ്പോൾ 6ൽ നിന്ന് 6 തന്നെ മൈനസ് ചെയ്തപ്പോൾ അത് കിട്ടി 0 കിട്ടിയില്ല. അപ്പോൾ സബ്ട്രാക്റ്റിംഗ് ദി നമ്പർ ഇറ്റ് സെൽഫ് ഫ്രം എ നമ്പർ ഗിവ് 0. ആ സംഖ്യയിൽ നിന്ന് ആ സംഖ്യ തന്നെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 0 കിട്ടും. ഒരു സംഖ്യയിൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ ആ സംഖ്യ തന്നെ കിട്ടുന്നു. എന്നാൽ ഒരു സംഖ്യയിൽ നിന്ന് ആ സംഖ്യ ഒരു നമ്പറിൽ നിന്ന് ആ നമ്പർ തന്നെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും അല്ലേ? ദെൻ ഒരു നമ്പറിൽ നിന്ന് 1 നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിൽ വരുന്ന നമ്പർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതിയതാണ്. ഇത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞത് എഴുതുക. കണ്ടില്ലേ? 2 മൈനസ് 0 = 2. ആ സംഖ്യയിൽ നിന്ന് അത് കുറച്ചപ്പോൾ അത് തന്നെ കിട്ടുന്നു അല്ലേ? 5 മൈനസ് 0 = 5. 15 മൈനസ് 0 = 15. 6 മൈനസ് 1 = എത്ര കിട്ടിയത്? 5 കിട്ടി അല്ലേ? 8 മൈനസ് 1 എത്ര കിട്ടി? 7. 18 മൈനസ് എത്ര കിട്ടിയത്? -1 17 അല്ലേ? ഇനി ഒരു സംഖ്യയിൽ നിന്ന് അതേ സംഖ്യ തന്നെ കുറയ്ക്കുന്നു നോക്കൂ. 5 മൈനസ് 5 = 0 അല്ലേ? 6 മൈനസ് 6 = 0. ദെൻ 12 മൈനസ് 12 = 0. അപ്പോൾ ഇതാണ് കണക്കിലെ അത്ഭുത കളികൾ. ഇങ്ങനെ ഒരുപാട് കളികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ നിങ്ങൾ ചെയ്യാനുള്ളതാണ്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നോട്ട് ബുക്കിലേക്ക് പകർത്തണം. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് കറക്ഷൻ തരിക. ഓക്കെ, ദാറ്റ് ഈസ് ദ ഹോംവർക്ക്. 3 മൈനസ് 1 13 മൈനസ് 1 കണ്ടോ? ഇതാണ് ഹോംവർക്കായിട്ടുള്ളത്. അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് പകർത്തി നിങ്ങൾ ചെയ്യണം. ഓക്കെ, ആൻസർ എഴുതണം. ആൻസർ എഴുതി തരുമ്പോഴാണ് തെറ്റുണ്ടെങ്കിൽ കറക്ഷൻ തരിക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഹോംവർക്ക് എന്ത് ചെയ്യും? ഹോംവർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ട് വരണം. പറഞ്ഞു തരിക മാത്രമേ ഉള്ളൂ. ഇവിടെ ചെയ്യാൻ ഇങ്ങനെ മെത്തേഡ് കേട്ടോ. നമുക്ക് റീഗ്രൂപ്പിംഗ് ഇൻ സബ്ട്രാക്ഷൻ. ഗ്രൂപ്പ് തിരിച്ചിട്ട് എങ്ങനെയാണ് മൈനസ് ചെയ്യുക എന്നാണ്. അപ്പോൾ നമുക്ക് 15 എന്നൊരു സംഖ്യ എടുത്താൽ ആ 15ൽ എത്ര ഉണ്ടാവും? ഒരു 10 ഉണ്ടാവും അല്ലേ? ഒരു 10 ഉണ്ടാവും, 5 ones ഉണ്ടാവും അല്ലേ? 18 എടുക്കുകയാണെങ്കിലോ 1 10 ഉണ്ടാവും, 8 ones ഉണ്ടാവും അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? എങ്ങനെയാണ്? 15 എന്നുള്ള സംഖ്യ എടുക്കുകയാണെങ്കിൽ 1 10ഉം 5 ones ഉണ്ടാവും. പിന്നെയോ പിന്നെ എങ്ങനെ എഴുതാം? 15 ones അല്ലെങ്കിൽ 15 ones എന്നും പറയാം അല്ലേ? 15 എടുത്താൽ 1 10 5 ones ഓർ 15 ones. 18 എടുത്താൽ 18 അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1 10 8 ones അല്ലെങ്കിൽ 18 ones എന്ന് പറയും അല്ലേ? 10 ones ഒക്കെ എഴുതുമ്പോൾ വൺസിൻ്റെ സ്ഥാനത്തല്ലേ 5 വരിക അല്ലേ? 10സിൻ്റെ സ്ഥാനത്ത് 1 വരും. 18 നമ്മൾ 10s ones ഒക്കെ എഴുതുമ്പോൾ 8 onesൻ്റെ സ്ഥാനത്ത് വരും, 1 10ൻ്റെ സ്ഥാനത്ത് വരും. അതാണ് എഴുതിയേക്കുന്നത് അല്ലേ? അങ്ങനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനുള്ള സംഖ്യയിൽ നിന്ന് എങ്ങനെയാണ് മൈനസ് ചെയ്യുക അതിനകത്ത് പഠിക്കാനുള്ളത്. ഏതാണ്? വിച്ച് നമ്പർ? 27 അല്ലേ? There are 27 birds on a tree. 4 birds flew away. How many birds are left on the tree? അപ്പോൾ ഒരു മരത്തിൽ 27 പക്ഷികളുണ്ടായിരുന്നു. 4 പക്ഷികൾ എന്ത് ചെയ്തു? പറന്നുപോയി. ബാലൻസ് എത്ര വരിക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആൾവേസ് സബ്ട്രാക്ട് ദി സ്മോളർ നമ്പർ ഫ്രം ദി ബിഗർ നമ്പർ. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയാണ് കുറയ്ക്കുക എപ്പോഴും അല്ലേ? വലിയ സംഖ്യയിൽ നിന്നാണ് ചെറിയ സംഖ്യ കുറയ്ക്കുക. അപ്പോൾ 27 മൈനസ് 4 എന്ന് എഴുതണം. 27 ബേർഡ്സ് 27 പക്ഷികളുണ്ടായിരുന്നു, 4 എണ്ണം പറന്നു. ബാക്കി എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിങ്ങനെ എഴുതണം കേട്ടോ. 27 മൈനസ് 4 എന്ന് എഴുതണം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? 10സും 1സും ആക്കിയിട്ട് നമുക്ക് തരംതിരിക്കണം അല്ലേ? 10s 1s ആക്കി എഴുതുമ്പോൾ എങ്ങനെയാണ്? 1സിൻ്റെ സ്ഥാനത്താണ് 7 വരിക അല്ലേ? 10സിൻ്റെ സ്ഥാനത്ത് 2 വരും. അപ്പോൾ 27. പിന്നെ മൈനസ് ചെയ്യാനുള്ളതോ 1s മാത്രമല്ല, 4 അല്ലേ ഉള്ളൂ, 1s മാത്രമല്ല. അപ്പോൾ 7ൻ്റെ ചുവട്ടിലാണ് എഴുതുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം?
ഈ 7 വൺസിൽ നിന്ന് 4 വൺസാണ് കുറയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ 7ൽ നിന്ന് 4 പോകുമ്പോൾ എത്ര കിട്ടുന്നത്? 3 കിട്ടും അല്ലേ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7ഉം 3 ചേരുമ്പോൾ 4ഉം 3 ചേരുമ്പോഴാണ് 7 ആവുക. അപ്പോൾ 7ൽ നിന്ന് 4 പോയാൽ 3 കിട്ടും അല്ലേ. പിന്നെ ഇവിടെ ടെൻസിൻ്റെ സ്ഥാനത്ത് 2 മാത്രമേ ഉള്ളൂ. ഇവിടെ വല്ലതും ചേർക്കാനുണ്ടോ? ഒന്നുമില്ല പറഞ്ഞാൽ ഇവിടെ 0 എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതാണ് ഇങ്ങനെ എഴുതിയേക്കണം. എന്താണ് 7 - 4 അതാണ് അങ്ങനെ എഴുതുന്നത്. 7 - 4 = 3. 2ൻ്റെ ചുവട്ടിൽ വേറെ ഒന്നുമില്ല, അപ്പോൾ 0 ചേർത്തിരിക്കണം. 2 - 0 = 2. അപ്പോൾ ഹൗ മെനി നമ്പർ? നവംബർ ഈസ് 23 അല്ലേ, 24. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടെൻസിൻ്റെയും വൺസിൻ്റെയും ചുവട്ടിൽ വേണം എഴുതാൻ. അങ്ങനെയാണ് ഗ്രൂപ്പ് തിരിക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെ 27 - 4 = എത്ര കിട്ടുന്നു? 23. അപ്പോൾ ഹൗ മെനി ബേർഡ്സ് ആർ ലെഫ്റ്റ്? എത്ര ബാലൻസ് വരുന്നുണ്ട്? അപ്പോൾ ആ മരത്തിൽ പിന്നെ 23 പക്ഷികളാണ് ഉണ്ടാവുക. 27 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം പറന്നു പോയപ്പോൾ ബാലൻസ് 23, 23 എണ്ണമാണ്. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾ ഓരോ മാത്സ് നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഇനി ഹോംവർക്ക് ഇതുപോലെ വരികയെ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായിക്കോളൂ കേട്ടോ. ടെൻസും വൺസും എഴുതിയിട്ട് നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത് നോക്കാം നമുക്ക്. റോഷൻ ഹാസ് 23 balloons. Roshan has 23 balloons. He gave 7 balloons to his sister. സിസ്റ്റർക്ക് ബലൂൺ ഒന്നുമില്ല. അപ്പം എന്ത് ചെയ്തു? സിസ്റ്റർക്ക് 7 നമ്പർ കൊടുത്തു. റോഷൻ്റെ കയ്യിൽ 23 ബലൂൺ ഉണ്ടായിരുന്നു. സിസ്റ്റർക്ക് 7 ബലൂൺ കൊടുത്തു. അപ്പോൾ ഇനി റോഷൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ റോഷൻ്റെ കയ്യിൽ 23 ബലൂൺ ഉണ്ടായിരുന്നു. സിസ്റ്റർക്ക് 7 നമ്പർ കൊടുത്തു. 7 നമ്പർ സിസ്റ്റർക്ക് കൊടുത്തു. അപ്പോൾ ഇനി എത്ര ബലൂൺ റോഷൻ്റെ കയ്യിൽ ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണം. എന്താണ്? 23 - 7 എന്ന് എഴുതണം. 23 - 7 എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പ് തിരിക്കണം. എന്താണ്? ടെൻസും വൺസും ആക്കിയിട്ട് തിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചേക്കുന്നത് എന്താണ്? ബിഗ്ഗർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ കുറയ്ക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, 23ൽ 3 ബിഗ്ഗർ ആണോ സ്മോളർ ആണോ? സ്മോളർ ആണല്ലേ. സ്മോൾ നമ്പർ അല്ലേ അല്ലേ. 7നേക്കാൾ ചെറുതാണ് 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വലിയ സംഖ്യന്ന് ചെറിയ സംഖ്യന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത് സംഖ്യ വലുതാക്കണം അല്ലേ. അപ്പം എന്താണ് മാർഗം? ഇവിടെ 3ൽ നിന്ന് 7 പോവില്ല, കാരണം 7നേക്കാൾ ചെറുതാണ് 3. അതുകൊണ്ട് നമ്മൾ ഈ ടെൻസിൻ്റെ സ്ഥാനം കണ്ടില്ലേ, ഇവിടെ 2 ടെൻസ് ഉണ്ട് അല്ലേ. ഈ 2 ടെൻസിൽ നിന്ന് ഒരു 10 ഇങ്ങോട്ട് കടം മേടിക്കണം. 2 ടെൻസിൽ നിന്ന് ഒരു 10 ഇങ്ങോട്ട് കടം മേടിക്കുമ്പോൾ ഇവിടെ 3 എന്താവും? 13 ആവും. ഒരു 10 പറഞ്ഞാൽ ഒരു 10 അല്ലേ. ഇവിടെ 2 10 ഉണ്ട്. ഒരു 10 ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എന്തായി? 13 ആയി അല്ലേ. 13 ആയി. അതാണ് ഇവിടെ വെട്ടി എഴുതിയേക്കണം കേട്ടോ. ഈ 13ൽ നിന്നാണ് എന്ത് കുറയ്ക്കേണ്ടത്? 7 കുറയ്ക്കേണ്ടത്. 13ൽ നിന്ന് 7 പോയാൽ എത്രയാണ്? 6 ആണ് കിട്ടുക അല്ലേ. 13ൽ നിന്ന് 7 പോയാൽ 6 കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ 2 ടെൻസിൽ നിന്ന് 1 ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ? 1 10 ഉണ്ടാവുള്ളൂ. അത് മറക്കരുത് കേട്ടോ എപ്പോഴും. ഇവിടെ 1 10 ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കൂ, അപ്പോൾ ടെൻസ് മനസ്സാക്കിയത് 23 - 7 എന്നായി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 ഇങ്ങോട്ട് മേടിച്ചപ്പോൾ ഇവിടുത്തെ 10നോടൊപ്പം 3 ചേർത്തപ്പോൾ 13 ആയി. 13 - 7 ആവും. 13 - 7 എത്രയായി? 6 ആയി. അപ്പോൾ ഇവിടെ ഒരു 10 ഉള്ളൂ ഇവിടെ അല്ലേ. ഒരു 10 ഇങ്ങോട്ട് കൊടുത്തില്ലേ. അതുകൊണ്ട് 2 10ൽ ഇവിടെ ഒരു 10 ഉള്ളൂ. ആ ഒരു 10ൻ്റെ വേറൊന്നും ചേർക്കാനില്ല. അതുകൊണ്ട് ഇവിടെ 0 ചേർക്കാം. അപ്പോൾ ഇവിടെ ആ 0 1 + 0 = 1 ഇതാണ്. 13 - 7. 13 - 7 എത്ര കിട്ടുന്നത്? 6. പിന്നെ ഈ 1 മാത്രമല്ലേ ഉള്ളൂ. 1ൻ്റെ ഇവിടെ വേറൊന്നും ചേർക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് 0 ഒന്നും ചേർക്കുന്നു. അപ്പോൾ 1 - 0 = 1. അപ്പോൾ അങ്ങനെ ഹൗ മെനി നമ്പർ? വിച്ച് നമ്പർ? ദെൻ 16. അപ്പോൾ എത്രയാണ്? 33 - 7 = 16. 23ൽ നിന്ന് 7 പോയാൽ 16. അപ്പോൾ എത്ര ബലൂണാണ് അവൻ്റെ റോഷൻ്റെ കയ്യിൽ ഉണ്ടാവുക? 16 ബലൂൺ. കണ്ടോ, 23 ബലൂണിൽ 7 ബലൂൺ സിസ്റ്ററിന് കൊടുത്തു. ബാക്കി റോഷൻ്റെ കയ്യിൽ 16 ബലൂണാണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെ നിങ്ങൾ മാത്സൊക്കെ ചെയ്യണം കേട്ടോ. എക്സാമ്പിൾ കുറച്ച് പറയുകയാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ഇതിൽ ഹോംവർക്കായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേണം ചെയ്യാൻ. ഓക്കെ, ഓരോന്ന് എഴുതിയിട്ട്. അപ്പം നെക്സ്റ്റ് ഒന്നുകൂടി നോക്കാം. സബ്ട്രാക്ട് 9 from 37. സബ്ട്രാക്ട് 9 from 37 ഉണ്ടെങ്കിൽ 37ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യണം.
37 നിന്ന് 9 എന്നുള്ള സംഖ്യ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലെ എന്ത് ചെയ്യണം? ഇതുപോലെ 37 - 9 എന്ന് എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? അത് ഗ്രൂപ്പാക്കി തിരിക്കണം. 10s 1s ആക്കണം അല്ലേ? 10s 1s ആക്കുമ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. 37 - 9 എന്ന് എഴുതണം 10s 1s ആക്കിയിട്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, 9നേക്കാൾ ചെറിയ സംഖ്യ സ്മോളർ നമ്പറാണ് ഇത് 7 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 310 ആണ് അല്ലേ? ഈ 310ൽ നിന്ന് ഒരു 10 ഇങ്ങോട്ട് ബോറോ ചെയ്യണം, കടം മേടിക്കണം. അപ്പോൾ ഇവിടെ ഈ 7നോടൊപ്പം 10 ചേരുമ്പോൾ എത്രയായി? 17 ആയി. അപ്പോൾ 17ൽ നിന്ന് 9 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എത്ര 10 ഉണ്ടാവും? ഇവിടെ 310ൽ നിന്ന് 1 ഇങ്ങോട്ട് പോയപ്പോൾ ഇവിടെ 210 ആയി. അതാണ് 2 മീത് എഴുതിയിരിക്കുന്നത് കേട്ടോ. 2 എന്ന് എഴുതി കണ്ടില്ലേ? 2 എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ 17ൽ നിന്ന് 9 പോകുമ്പോൾ എത്രയായി? 8 ആയി അല്ലേ? 8 9 കൂടി കൂട്ടിയാൽ 10 അല്ലേ? 17 കിട്ടും. ഇവിടെ 210 ഉള്ളൂ. 210നൊപ്പം 9ൻ്റെ അടുത്ത് ഇവിടെ വേറെ സംഖ്യയൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ 0 എന്ന് ചേർക്കാം. അതാണ് 2 - 0 എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ 17ൽ നിന്ന് 17ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ 8 കിട്ടി അല്ലേ? 8 കിട്ടി. ഇവിടെ 210ൽ നിന്ന് 0, ഇവിടെ ഒന്നും സംഖ്യ ഇല്ലാത്തതുകൊണ്ട് 0 എന്ന് പറയുകയാണ്. 2ൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ 2 കിട്ടി അല്ലേ? അപ്പോൾ ഇങ്ങനെ 37 - 9 = 28 എന്ന് കിട്ടി. ഇത് 1സിൻ്റെ സ്ഥാനത്തോ 10സിൻ്റെ സ്ഥാനത്താണ്, ആണ് 28 എന്ന്. അപ്പോൾ സ്ഥാനമൊന്നും മാറാൻ പാടില്ല. ഇവിടുന്ന് ബോറോ ചെയ്യുമ്പോൾ ആ സംഖ്യ ഇവിടെ മൈനസ് ചെയ്യാതെ മറക്കരുത്. ഇവിടെ ഇവിടെ മൈനസ് ചെയ്ത് എഴുതും വേണം, ഇതിനോടൊപ്പം ആഡ് ചെയ്യും വേണം, പിന്നെ അത് ശരിക്കും കൂട്ടി എഴുതും വേണം. അപ്പോൾ എത്രയാണ് കിട്ടുക? 39 - 9 = എത്ര കിട്ടുന്നത്? 28 കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് വേറെ കുറേ എക്സാമ്പിൾ ഉണ്ട്, അതൊക്കെ ചെയ്യണം. എക്സാമ്പിൾ തന്നു. ഇനി നിങ്ങൾക്ക് മാത്സ് ഉണ്ട്, ഹോംവർക്ക് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, 85 പേജ്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് നോട്ട്ബുക്കിൽ ചെയ്യണം ഈ മാത്സ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുണ്ടെല്ലാം. അപ്പോൾ എഴുതിയെടുത്തിട്ട് നോട്ട്ബുക്കിൽ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കാണിച്ചു തരണം. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്ഷൻ തരിക. അപ്പോൾ അതിൻ്റെ മോഡലാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ സബ്സ്ട്രാക്റ്റിംഗ് എ 2 ഡിജിറ്റ് നമ്പർ അനദർ 2 ഡിജിറ്റ് നമ്പർ. ഇതുവരെ ഇപ്പോൾ നമ്മൾ ഒരു സംഖ്യയല്ലേ, ഒരു നമ്പറല്ലേ നമ്മൾ സബ്ട്രാക്ട് ചെയ്തത്. ഇനി നമുക്ക് 2 നമ്പർ സബ്ട്രാക്ട് ചെയ്യണം, 2 സംഖ്യ സബ്ട്രാക്ട് ചെയ്യണം. അതെങ്ങനെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ സുബിൻ ഹാസ് 36 candies. He distributed 22 candies among his friends. How many candies are left him എന്നാണ്. അപ്പോൾ എന്താണ്? സുബിൻ്റെ കയ്യിൽ 36 മിഠായികൾ ഉണ്ടായിരുന്നു. അതിന് അവൻ 22 എണ്ണം കൊടുത്തു കൂട്ടുകാർക്ക്. ബാക്കി അവൻ്റെ കയ്യിൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? 36 കാൻഡീസ് ഉണ്ടായിരുന്നു അല്ലേ? ഇന്ന് 22 എണ്ണം നമ്മൾ മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എഴുതാം 36 അല്ലേ? 36 - 22 എന്ന് എഴുതുന്നത്. ഇങ്ങനെ 10s 1s ആക്കിയിട്ട് ഇങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? അത് കാണണം അല്ലേ? 10s 1s ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ 10s 36 അല്ലേ? 36 36. 6ൽ നിന്ന് 6 ബിഗർ നമ്പറാണ്, അതുകൊണ്ട് ചെയ്യും 6ൽ നിന്ന് 2 മൈനസ് പോയാൽ എത്രയാണ്? 4 കിട്ടുന്നു അല്ലേ? ഇപ്പോൾ 2 സംഖ്യ, നേരത്തെ 1 നമ്പറാണ് സബ്ട്രാക്ട് ചെയ്തത്, ഇപ്പോൾ 2 നമ്പറാണ്. അപ്പോൾ 6ൽ നിന്ന് 2 പോയാൽ 4, 3ൽ നിന്ന് 2 പോയാൽ 1. അപ്പോൾ 6ൽ നിന്ന് 2 പോയാൽ 4ഉം 3ൽ നിന്ന് 2 പോയാൽ 1ഉം. അപ്പോൾ എത്ര കിട്ടുന്നത്? 14 അല്ലേ? 14. അപ്പോൾ 36 - 22 = 4. 14. 36 - 22 = 13. അപ്പോൾ എന്താണ്? 13 ക്യാൻറ്റീൻസാണ് അവൻ്റെ കയ്യിലുണ്ടാവുക. 14 മിഠായി അവൻ്റെ കയ്യിൽ, ആരുടെ കയ്യിലുണ്ടാവും? സുബിൻ്റെ കയ്യിൽ ഉണ്ടാവും. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് 2 നമ്പർ മൈനസ് ചെയ്യുന്നത്. ഇതാണ് മാത്സ് കേട്ടോ. കണക്ക് ഇതാണ്. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കാം. വിത്ത് റീഗ്രൂപ്പ് ചെയ്യുന്നത് എന്താണ്? ആനന്ദ് ഹാസ് 32 crayons. He gave 17 crayons to his sister. How many crayons are left? ആനന്ദിൻ്റെ കയ്യിൽ 32 crayons ഉണ്ടായിരുന്നു. 17 എണ്ണം സിസ്റ്ററിന് കൊടുത്തു. ബാക്കി അപ്പോൾ അവൻ്റെ കയ്യിൽ എത്ര എണ്ണമാണെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 32 - 17 എന്നിങ്ങനെ എഴുതണം അല്ലേ? എഴുതിയിട്ട് എന്ത് ചെയ്യണം? അത് റീഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10s 1s ആക്കിയിട്ട് എഴുതണം. അപ്പോൾ 32ൽ നിന്ന് 17 കുറയ്ക്കണം അല്ലേ? മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്? 2ൽ 2
വലുതാണോ ചെറുതാണോ സംഖ്യ? സ്മോളർ നമ്പറാണല്ലേ. അപ്പം അതിന് ബിഗ്ഗർ നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 3 10s അല്ലേ, ഈ 3 10siൽ നിന്ന് 1 ഇങ്ങോട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ എത്രയായി? 2 എന്നുള്ളത് 2 + 10 ആവുമ്പോൾ 12 ആവും അല്ലേ, 12 ആവും. ഇവിടെയാണെങ്കിലോ 32 എന്നുള്ളത് ഇവിടെ ഈ പിന്നെ 3ൽ നിന്ന് ഒരു 10 ഇങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ 2 ആവും. അത് വെട്ടി എഴുതുമ്പോൾ തന്നെ മറക്കരുത് കേട്ടോ. അപ്പം ഇനി എന്ത് ചെയ്യണം? ഇവിടെ 12ൽ നിന്ന് 7 മൈനസ് ചെയ്യണം. 12ൽ നിന്ന് 5 കുറയ്ക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുക? 5 കിട്ടും. പിന്നെ ഇവിടെ 2 ആണുള്ളത്. 2ൽ നിന്ന് എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടുക? 1 2 ഉണ്ടോ? എന്താണ്? 12 - 7 = 5. 2 - 1 = 1. ഇവിടെ 12 - 7 അതാണ് 5. ഇവിടെ 2 - 1 = 1. അപ്പോൾ സംഖ്യ എത്ര കിട്ടുന്നു? 15 അല്ലേ. 10s 1s 32 - 17 = 15. അപ്പോൾ അതിങ്ങനെ നമ്മളിവിടേക്ക് എടുത്തെഴുതുന്നു. 32 - 17 = അപ്പോൾ അവൻ്റെ കയ്യിൽ എത്ര ക്രയോൺസ് ഉണ്ടാവും? 15 ക്രയോൺസ് ആണ് ആനന്ദിൻ്റെ കയ്യിലുണ്ടാവുക. 15 ക്രയോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ആ മാത്സ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ചെയ്ത് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സാമ്പിൾ തരും, അത് ഇതുപോലെ ചെയ്ത് പഠിക്കും. ഓക്കെ. മിനിറ്റ്. അപ്പോൾ ആ നമ്പർ തെറ്റരുത് കേട്ടോ. ആ നമ്പർ അതുപോലെ തന്നെ ചെയ്ത് പഠിക്കണം. ഓക്കെ. ഇതാണ് മാത്സ്. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇതിൽ 2 ചെയ്തിട്ടുണ്ട്. 58 മൈനസ് കണ്ടോ? ആദ്യത്തെ 58 ഇത് ചെയ്തിട്ടുണ്ട്. 58 മൈനസ് നിങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. 58 - 38 ഇവിടെ ചെയ്തെന്ന് കാണിച്ചത് ഉദാഹരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ അതാ ഇതിലത്തെ വേറെ ഒന്ന് 93 ഇല്ലേ, 93 - ഇതില്ലേ, അത് ഇവിടെ നിന്ന് ചെയ്തിട്ട് വെറുതെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഏതാണ് 33 - 20 അത് കണ്ടില്ലേ, ഇത് ഇവിടെ നിന്ന് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഉദാഹരണം കേട്ടോ. ഇതേ മോഡലിൽ ഞങ്ങൾ മൊത്തം ഇതൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് എഴുതിയിരിക്കുകയാണ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഇതുപോലെ നിങ്ങളിത് ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരണം, ആൻസർ കാണിച്ചു തരണം. അപ്പോഴാണ് കറക്ഷൻ തരിക. ഓക്കെ. ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. പിന്നെ ആഡ് ചെയ്യും വേണം, സബ്ട്രാക്ട് ചെയ്യും വേണം, കൂട്ടുകയും വേണം, കുറയ്ക്കുകയും വേണം. അതെങ്ങനെ നല്ല രസകരമാണ് അല്ലേ? അത് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ എന്താ പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്ത സംഖ്യ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ സംഖ്യ കിട്ടും, ഒറിജിനൽ നമ്പർ. ഇതാണ് ഉദാഹരണം കേട്ടോ. കണ്ടോളൂ. എന്താണ്? 10 + 8 = 18. 8 + 10 = 18. അതെങ്ങനെയാണ്? 18 - 10 = 8. 18 - 8 = 10 എന്ന് പറഞ്ഞാൽ 10നോടൊപ്പം 8 ആഡ് ചെയ്യണം. അപ്പോൾ 18 കിട്ടും. 10നോടൊപ്പം 8 ആഡ് ചെയ്യുക. അപ്പം എത്ര കിട്ടും? 10നോടൊപ്പം 8 ആഡ് ചെയ്തു. 8 ആഡ് ചെയ്യുമ്പോൾ 10ഉം 8ഉം ആകുമ്പോൾ എത്ര കിട്ടുക? 18 കിട്ടും. 10ഉം 8ഉം ആവുമ്പോൾ 10ഉം 8ഉം കൂടി ചേരുമ്പോൾ 18 കിട്ടും അല്ലേ? അപ്പോൾ 8 + 10 തന്നെയാണ് എന്ത്? 80. 8 + 10ഉം 10 + 8ഉം 18 തന്നെയാണ് അല്ലേ? അത് 18 നിന്ന് 18 രണ്ടും കൂടി ചേർന്നാൽ 18 കിട്ടുക. ഈ 18ൽ നിന്ന് 10 മൈനസ് ചെയ്തു. ബാലൻസ് ഈസ് 8. ഇത് 80. 18ൽ നിന്ന് 8 മൈനസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 10. അപ്പോൾ 10 + 8 18. 8 + 10 18. 18 - 10 8. 18 - 8 10. കണ്ട, ഒരു സംഖ്യ മൈനസ് ചെയ്യുമ്പോൾ ഒരു സംഖ്യ കുറയ്ക്കണം. ഇത് മൈനസ് ചെയ്യലിട്ടേ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യലാണ്. 18 ആയില്ലേ? 18 നിന്ന് 10 മൈനസ് ചെയ്യുന്നു. അപ്പം എത്ര കിട്ടി? 8 കിട്ടുന്നു. 18 നിന്ന്
8 മൈനസ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 10 കിട്ടുന്നു. 10ഉം 8ഉം കൂടി ആഡ് ചെയ്താലോ 18 കിട്ടുന്നു. മനസ്സിലായില്ലേ? അതാണ് സംഖ്യ. അപ്പം അങ്ങനത്തെ ഒരു കളി. അതുപോലെ തന്നെ പറയാനുള്ളത്. പിന്നെ 12 + 9. 12 + 9 21 കിട്ടുന്നു. ഈ 12 + 9 തന്നെയാണ് എന്ത്? 9 + 12. അപ്പം 21 കിട്ടുന്നു. 21ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 12 കിട്ടുന്നു. 21ൽ നിന്ന് 12 മൈനസ് ചെയ്യുമ്പോൾ 9 കിട്ടുന്നു. കണ്ടില്ലേ? മനസ്സിലായോ? 12 + 12 + 9 21. 9 + 12 21. 21ൽ നിന്ന് 9 കുറച്ചാൽ 12 കിട്ടുന്നു. 20ൽ നിന്ന് 12 കുറച്ചാലോ 9 കിട്ടുന്നു. കണ്ടോ? അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കി നോക്കൂ. 15നോടൊപ്പം ഡാഷ് ഒരു സംഖ്യ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 23 കിട്ടുന്നു. 23 കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഏത് സംഖ്യയാണെന്ന് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15 കൂട്ടണം ഡാഷ് = 23. അപ്പോൾ 15നോടൊപ്പം ഏത് കൂട്ടിയാലാണ് 23 എന്ന് കിട്ടാനുള്ള വഴി എന്താണ്? 23ൽ നിന്ന് 15 കുറയ്ക്കുക. 23ൽ നിന്ന് 15 കുറച്ചപ്പോൾ എത്ര കിട്ടിയത്? 8 കിട്ടി അല്ലേ? അപ്പോൾ 15 + 8 = 23. 23 - 8 എത്രയാണ്? 15 അല്ലേ? 15ഉം 8ഉം കൂടി ചേർന്നാലോ 23 കിട്ടും. കണ്ടോ? 15ഉം 8ഉം കൂടി ചേർന്നാൽ 23 കിട്ടില്ലേ? 15ഉം 8ഉം കൂടി ചേർന്നാൽ 23 കിട്ടും. 23ൽ നിന്ന് ഈ 8 പോയാലോ 15 കിട്ടും. 15ഉം 8ഉം കൂടി ചേർന്നാൽ 23 കിട്ടും. ഈ 23ൽ നിന്ന് 8 പോയാൽ 15 കിട്ടും. 23ൽ നിന്ന് 15 പോയാൽ 8 കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സംഖ്യ. അതുപോലെ വേറെ ഒന്നുകൂടി കണ്ടോ? 45 - 14. 45ൽ നിന്ന് 14 കുറയ്ക്കുമ്പോൾ 31 കിട്ടുന്നു. ആ 45ൽ നിന്ന് 31 കുറച്ച് എത്ര കിട്ടുന്നു? 14 കിട്ടുന്നു. 31 + 14 കൂട്ടിയാലോ 45 കിട്ടുന്നു. കണ്ടോ? അതാണ് കണക്കിലെ കളി. മനസ്സിലായോ? 45ൽ നിന്ന് 14 കുറയ്ക്കുമ്പോൾ കണ്ടോ? 45ൽ നിന്ന് 14 കുറയ്ക്കുമ്പോൾ 31 കിട്ടുന്നു. 45ൽ നിന്ന് ഈ 31 കുറയ്ക്കുമ്പോഴോ 14 കിട്ടുന്നു. 31 14 കുറയ്ക്കുമ്പോഴോ 45. ഈ സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ചിഹ്നങ്ങൾ മാറുന്നേ ഉള്ളൂ, പക്ഷെ അക്കങ്ങൾ മാറുന്നില്ല. കണ്ടോ? ഇതുപോലെ കുറച്ച് കണക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരും. മനസ്സിലായി? അപ്പോൾ നമ്മളെന്താണ്, രണ്ട് സംഖ്യകൾ തമ്മിൽ ഇപ്പോൾ 4 നമ്പർ അല്ലേ, 4 നമ്പർ 4 കിട്ടാൻ നമ്മളിപ്പം പറയുകയാണ് 3 + 1 4 അല്ലേ. 3 + 1 3 + 1 4. 4ൽ നിന്ന് 1 പോയാൽ 3 അല്ലേ. ഇനി 4ൽ നിന്ന് 3 പോയാൽ 1 അല്ലേ. ഇതുപോലെയാണ് 4 നമ്പർ അല്ലേ, ടോട്ടൽ 4. അപ്പോൾ പിന്നെ 4ൽ നിന്ന് -1 ആയാൽ 3 കിട്ടില്ലേ. 4 - 1 3 കിട്ടി. ഇനി 4ൽ നിന്ന് 3 പോയാലോ 1 കിട്ടുന്നു അല്ലേ. ഇനി 3യും 1ഉം കൂടി ആഡ് ചെയ്താലോ 4 കിട്ടുന്നു അല്ലേ. അതാണ് മൈനസും പ്ലസും തമ്മിലുള്ള ബന്ധം. ഇനി ഒരു എക്സാമ്പിൾ കൂടി തന്നിട്ടുണ്ട്. ഇതാ എന്താണ്, വിക്രം ആഡഡ് 21 with 18 and got 39. 21ഉം 18ഉം കൂടി ആഡ് ചെയ്തപ്പോൾ വിക്രമിന് 39 കിട്ടി. അത് ശരിയാണോ എന്ന് കണ്ടെത്താനാണ്. വിക്രമിന് 21 18 കൂട്ടിയപ്പോൾ 39 കിട്ടി. അത് ശരിയാണോ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയാണോ എന്ന് കണ്ടോ, 10s ഉം 1s ഉം എഴുതി. 10s ഉം 1s എഴുതി. 20 + 18 എഴുതി. അപ്പോൾ കൂട്ടി നോക്കിയപ്പോൾ 1ൽ 8ഉം 1ഉം ആഡ് ചെയ്തപ്പോൾ 9 കിട്ടി. 10ൽ 1 2 ആഡ് ചെയ്തപ്പോൾ 3 കിട്ടി അല്ലേ. അപ്പോൾ ശരിയാണ്. പിന്നെ 39ൽ നിന്ന് ഈ 39 ഇവിടെ ഉണ്ടല്ലോ, ഈ 39ൽ നിന്ന് എന്ത് ചെയ്യണം, ഈ 18 കുറച്ച് നോക്കണം കേട്ടോ. 18 കുറച്ച് അപ്പോൾ എന്താ കിട്ടി, 21 കിട്ടി. അപ്പോൾ ഇവിടെ 21ഉം ഈ 21ഉം 18ഉം കൂടി കൂട്ടിയപ്പോഴോ എന്ത് കിട്ടി, 39 കിട്ടി. 39ൽ നിന്ന് 18 കുറച്ചപ്പോഴോ 21 കിട്ടി അല്ലേ. അതാണ് പ്രത്യേകത. 39ൽ നിന്ന് 21 കുറച്ചപ്പോഴോ
അല്ലേ 18 കിട്ടി അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ ഭയങ്കര ബന്ധമാണ് കണ്ടോ. അപ്പം ഇങ്ങനെയാണ് അത് കാണുക കേട്ടോ. 39 - 21 18, 39 - 18 21, 21 18 ചേർത്തപ്പോൾ 39 കിട്ടി കേട്ടോ. വേണം എളുപ്പമല്ലേ. The three numbers related to each other in addition, subtraction, facts make a number family എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അങ്ങനെ നമുക്ക് ഉദാഹരണങ്ങൾ ചെയ്യാനാണ്. നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ. എന്താണ് 5 4 9 എന്നുള്ള സംഖ്യ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവാന്തര ഘടകങ്ങൾ കണ്ടെത്തണം. അപ്പോൾ 9 - 4 = 5 അല്ലേ. ഇതുപോലെ നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തണം. ഇവിടെ ചെറിയ ഇവിടെ ഇതാ പിന്നെ 3 സംഖ്യ തന്നിട്ട് ഇവിടെ വിട്ടുപോയ സംഖ്യ നിങ്ങൾ എഴുതണം കേട്ടോ. വിട്ടുപോയ സംഖ്യ നിങ്ങൾ എഴുതണം. നേരത്തെ കാണിച്ചു തന്ന അതേ മോഡലിൽ ഇത് കണ്ടെത്തണം. ഓക്കെ, ഈസിയാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ അടുത്തത് കുറച്ച് മാത്സ് ഉണ്ട്. ഇതേപോലെ തന്നെ കണ്ടെത്തണം കേട്ടോ. 84 നിന്ന് 31 മൈനസ് ചെയ്യുക കണ്ടോ. 84 31 മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യണത് എഴുതണം. പിന്നെ ഇവിടെ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണത് എഴുതണം. അപ്പോൾ 84 നിന്ന് 31 മൈനസ് ചെയ്ത് കിട്ടുന്ന ഉത്തരവും 31 കൂട്ടി നമുക്ക് 84 കിട്ടണം. അത് ഇവിടെ എഴുതണം. അപ്പോൾ ഇവിടെ മൈനസിൽ തന്നിരിക്കണം, ഇവിടെയൊക്കെ പ്ലസ് തന്നിരിക്കണം കേട്ടോ. ഇവിടെയൊക്കെ മൈനസിൻ്റെ ഇവിടെ പ്ലസ്. അപ്പോൾ പ്ലസും മൈനസും നിങ്ങൾ എല്ലാത്തിൻ്റെയും കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് ആൻസർ കാണിക്കുമ്പോഴാണ് കറക്ഷൻ തരിക. ഓക്കെ, ഇതുപോലെ ചെയ്യണം. ഇനി കുറച്ച് എക്സാമ്പിൾ എങ്ങനെയാണ്, വേർഡ് പ്രോബ്ലംസ് പറഞ്ഞിട്ടാണ്. വേർഡ് പ്രോബ്ലം ഞാൻ വായിക്കുന്നത് പറയുന്നുണ്ട്. There are 36 butterflies in a garden. 35 butterflies in a garden. 15 of them flew away. How many butterflies left in the garden? എത്രയാണ്? 36 ബട്ടർഫ്ലൈസ് ഉണ്ട്. അതിന് 15 എണ്ണം പറന്നുപോയി. കാണുന്നുണ്ടോ? 15 എണ്ണം പറന്നുപോയി. അപ്പോൾ ബാക്കി എത്രയെന്ന് കണ്ടെത്താൻ ഇങ്ങനെ കാണണം. അപ്പോൾ നിങ്ങളിവിടെ 10s 1s എഴുതിയിട്ട് അത് കാണണം. ഓക്കെ, പിന്നെ 22 mangoes on a tree. 5 of them fell down. How many mangoes are there left in the tree? അപ്പോൾ 22 മാംഗോസ് ഉണ്ടായിരുന്നത്. അതിന് 5 എണ്ണം എന്ത് ചെയ്തു? വീണു. ബാക്കി എത്ര എന്ന് കാണണം. 22 മാംഗോസിന് 5 എണ്ണം വീണു പോയി, ബാക്കി എത്ര? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതണം. എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ 10s 1s ആയിട്ട് അത് കണ്ടെത്തണം. ഓക്കെ, അതാണ് ആ കണക്ക്. നെക്സ്റ്റ് ഇതെന്താണ്, 48 there are 48 children in a class. ക്ലാസ്സിൽ 48 കുട്ടികളാണ്. അതിൽ 25 എണ്ണം ബോയ്സ് ആണ്. ഹൗ മെനി ഗേൾസ് എന്ന് കാണാനാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 48 - 25. അത് നമ്മുടെ നിങ്ങൾ 10s 1s ഇട്ടിട്ട് നിങ്ങൾ ഇവിടെ എഴുതിയിട്ട് അത് കണ്ടിട്ട് എൻ്റെ ആൻസർ കാണണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് there are 42 flowers in a garden. 42 പൂക്കളുണ്ട് ഒരു ഗാർഡനിൽ. ഗാർഡനർ എന്ത് ചെയ്തു, 28 എണ്ണം പൊട്ടിച്ചു. 28 എണ്ണം അവർ പൊട്ടിച്ചു. ബാക്കി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി ഗാർഡൻ എന്താ ചെയ്യേണ്ടത്, 42 നിന്ന് 28 മൈനസ് ചെയ്യണം. ഇതിവിടെ 10s 1s ഇട്ടത് കാണണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, അമ്മു ഹാസ് 69 ബീഡ്സ്. കണ്ട 63 ബീഡ്സ്, 63 ബീഡ്സ് ഉണ്ട്. അത് 38 എണ്ണം മീനുവിന് കൊടുത്തു. 63 38 എണ്ണം കൊടുത്തു. ബാക്കി എത്ര എന്ന് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 63 മൈനസ് 38 എന്ന് എഴുതണം. എന്നിട്ട് ഇവിടെ 10s 1s ഇട്ട് നിങ്ങൾ കാണണം. ഇതാണ് ആ മാത്സ് വഴിക്കണക്കാണ്. അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് വെച്ചിട്ട് കാണണം കേട്ടോ. ഓക്കെ, അതിൻ്റെ ബാലൻസ് 1-2 ഉണ്ട്, പറഞ്ഞുതരാം. There are 22 children in a class. കേട്ടോ, ഒരു ക്ലാസ്സിൽ 22 അല്ല 42 ചിൽഡ്രൻ ഇൻ എ ക്ലാസ്. 36 ഓഫ് ദം പാസ്ഡ്. 42 കുട്ടികളുണ്ട് ക്ലാസ്സിൽ. അതിൽ 36 പേര് പാസ്സായി. ബാക്കി എത്ര എണ്ണം ഫെയിലായിരുന്നു കണ്ടുപിടിക്കുകയാണ്. 36 കുട്ടികൾ പാസ്സായി 42-ൽ. ബാക്കി ഇനി എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 32 - 36 എന്ന് എഴുതിയിട്ട് ഇവിടെ 10s 1s എഴുതിയിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് there are 65 mangoes in a fruit shop. 25 mangoes were sold. How many mangoes are left? 65 മാങ്ങകളുണ്ട് കടയിൽ. അതിൽ 25 എണ്ണം വിറ്റു. ബാക്കി എത്ര ഉണ്ട് ഇതാ കണ്ടുപിടിക്കണം. 65 മാംഗോസിൽ 25 എണ്ണം വിറ്റു.
ബാക്കി എത്ര തന്നെ 65 - 25 എന്ന് എഴുതിയിട്ട് ടെൻസും വൺസും ഇട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. നെക്സ്റ്റ്, വീണ ഹാസ് 75 rupees. ഷീ ബോട്ട് വെജിറ്റബിൾസ് ഫോർ 59 rupees. ഹൗ മച്ച് മണി ഈസ് ലെഫ്റ്റ് വിത്ത് ഹെർ? അവൾക്ക് 75 രൂപ ഉണ്ടായിരുന്നു കയ്യിൽ. എത്രയാണ്? 75 രൂപ ഉണ്ടായിരുന്നു കയ്യിൽ. അതിലെന്ത് ചെയ്തു? 75 രൂപയിൽ 59 രൂപയ്ക്ക് വെജിറ്റബിൾസ് വാങ്ങി. 59 രൂപയ്ക്ക് വെജിറ്റബിൾസ് വാങ്ങി. ബാക്കി എത്ര രൂപ കയ്യിലുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ കാണേണ്ടതാണ് 75 - 59 എന്നിട്ട് കണ്ടിട്ട് ടെൻസ് വൺസ് എഴുതിയിട്ട് നിങ്ങൾ കാണിക്കും. നെക്സ്റ്റ് എന്താണ്? 45 റോസ് ഫ്ലവേഴ്സ് ഉണ്ട്. 45 പനിനീർ പൂക്കൾ ഉണ്ടായിരുന്നു. അതിൽ 27 എണ്ണം എന്താണ്? റെഡാണ്. ബാക്കി 27 എണ്ണം റെഡ് കളറിൽ. ബാക്കിയുള്ള എത്ര എണ്ണം? റെഡ് അല്ലാത്ത എത്ര എണ്ണം ഉണ്ടാവുന്നു? 45-ൽ 27 എണ്ണം റെഡ് ചുമന്ന കളറാണ്. ബാക്കി ചുമന്ന കളർ അല്ലാത്ത എത്ര പൂക്കളുണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? 45 - 27 എഴുതിയിട്ട് നിങ്ങൾ ആൻസർ കാണണം. ഓക്കെ, നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സബ്ട്രാക്റ്റിംഗ് 0 ഫ്രം എ നമ്പർ ഗീവ്സ് ദി നമ്പർ ഇറ്റ്സെൽഫ്. അല്ലേ? ഒരു സംഖ്യയിൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? ആ സംഖ്യ തന്നെ കിട്ടും. അല്ലേ? സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം നമ്പർ ഗീവ്സ് ദ നമ്പർ ബിഫോർ. ഒരു സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ അതിൻ്റെ മുന്നിലുള്ള സംഖ്യ നമുക്ക് കിട്ടുന്നു. അല്ലേ? പിന്നെ എപ്പോഴും ബിഗ്ഗർ സംഖ്യയിൽ നിന്ന് സ്മോളർ സംഖ്യയാണ് കുറയ്ക്കേണ്ടത്. അല്ലേ? പിന്നെ ഡിഫറൻസ് കാണാൻ എന്താണ് വേണ്ടത്? സംഖ്യകൾ തമ്മിൽ, നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ മൈനസ് ചെയ്ത് കിട്ടുന്ന ഉത്തരവും മൈനസ് ചെയ്യാനുള്ള സംഖ്യയും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സംഖ്യ കിട്ടും. അപ്പോൾ ഓർത്തിട്ട് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ആൻസർ ചെയ്ത് കൊണ്ടുവന്ന കറക്ഷൻ തരാം. ഓക്കെ, ദെൻ പിന്നെ സോൾവ് വിത്ത് കളർ നമ്പറാണ്. കുറച്ച് നമ്പർ ഇവിടെ മൈനസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. അത് പ്രകാരം കളർ കൊടുത്താൽ ആ ചിത്രം ഭംഗിയാവും. പിന്നെ ഇവിടെ കുറച്ച് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊരു പട്ടിക, ഒരു പിന്നെ കുറച്ച് നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളോട് കണ്ടെത്താനും പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം മനസ്സിലായി. ഇനിയിപ്പോൾ നിങ്ങളിത് ഒരേ ടൈമിലിരുന്ന് കാണണ്ട. നിങ്ങൾ കുറേശ്ശെ കണ്ടിട്ട് അല്പാൽപ്പായിട്ട് കാണുക. എന്നിട്ട് അതിൻ്റെ എന്താ ചെയ്യുക? പിന്നെ ഹോംവർക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ അടുത്ത പാർട്ട് കണ്ടിട്ട് പിന്നെ അതിൻ്റെ ഹോംവർക്ക് ചെയ്യുക. എല്ലാം കൂടി ഇത് പറഞ്ഞാൽ വീഡിയോ ഒന്നിച്ച് പിടിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? അല്പാൽപ്പമായി കണ്ടിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തുക. ഓക്കെ, ദെൻ വി ഷാൽ വൈൻഡ് അപ്പ് ക്ലാസ്. ദെൻ മനസ്സിലായ മനസ്സൊക്കെ അല്ലേ? ഓക്കെ, ഇനി ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ എന്താണ്? ഇനി ടോട്ടൽ അത് മാച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല മനസ്സിലാവും. ബ്രില്യൻ്റ് ആവും. ഓക്കെ, then see you next class. Then study well, do the homework. Okay, take care. Bye.